ടർബോ. ഒരു സെക്കൻഡേ. മമ്മൂക്കയുടെ കൊല തൂക്കാണ് മക്കളെ. ഹെൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ്. നേരെ പോയി നല്ല നല്ല സൗണ്ടിങ്ങും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു തിയേറ്ററിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തോ താമസിച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്റർ എന്നൊക്കെ കാണാൻ വലിയ പാടായിരിക്കും. ഒരു രക്ഷയില്ലാത്ത പടോടെ. ഞാൻ ഇത് ഇപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ടർബോയിൽ. ഒന്നാമത് മിഥുൻ മാനുവൽ തോമസ് കൊറോണ സമയത്ത് കുറേ സ്ക്രിപ്റ്റുകൾ എഴുതി തള്ളിയതിൻ്റെ ഫലമായിട്ട് വന്ന ഒരു സ്ക്രിപ്റ്റാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വൈശാഖ് മോൺസ്റ്റർ അറിയാമല്ലോ. ആകെപ്പാടെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു മമ്മൂക്കയിലും മമ്മൂക്ക കമ്പനിയിലും നമ്മുടെ ചെറുക്കൻ രാജ്ബി ഷെട്ടിയിലുമാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ഇതോടെ അവസാനത്തെ 40-45 മിനിറ്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് കണ്ടാലും സ്വീകരിക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാക്കി കളഞ്ഞു പടം. പിന്നെ അങ്ങോട്ട് ഫുൾ അഡ്രിനാലിൻ റഷാണ്. അതായത് ഒരു മമ്മൂക്ക ഒരു സാധാരണ തല്ലുപിടിയായിട്ട് നടക്കുന്ന ഒരു കോട്ടയം കുഞ്ഞച്ചൽ സ്ലാങ് പറയുന്ന ഒരു അച്ചായ, ഒരു സാധാരണ ഒരു ഈ ലെവലിൽ നിൽക്കുന്ന ഒരാൾ. വില്ലനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതുപോലത്തെ പടങ്ങളിലൊക്കെ വെളിയിൽ നിന്ന് വില്ലനെ കൊണ്ടുവന്ന് കോമഡി പീസാക്കി വെച്ചിട്ട് പോണ ഒരു പരിപാടിയാണ്. ഇതിൽ വില്ലനെ കൊണ്ടുവച്ചിരിക്കുന്ന ടെറർ വില്ല. ഈ ലെവലിലാണ് വില്ലനെ കൊടുത്തിരിക്കുന്നത്. ഈ ലെവലിൽ നിൽക്കുന്ന നായകൻ പതുക്കെ ഈ ലെവലിൽ എത്തുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അത്രയും ഗംഭീര തിരക്കഥയാണ് മിഥുൻ മാനുവൽ കൊടുത്തിരിക്കുന്നത്. ഡയറക്ഷൻ വൈശാഖ്. നല്ല സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മോനെ അങ്ങേര് തകർത്ത് വാരും. എവിടെ അടിച്ചാൽ എവിടെ കൊള്ളുമെന്ന് അങ്ങനെ നല്ല ധാരണയുണ്ട്. അത് കിട്ടി. അത് ത്രൂ ഔട്ട് സിനിമയിലുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു മാസ് ആക്ഷൻ പടം വരുമ്പം അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് മാസ് സാധനം, സ്ലോ മോഷൻ, ഫൈറ്റ്, ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയി ഫില്ല് ചെയ്യാൻ വേണ്ടി കുറേ സാധനം, കുറേ ചളി കോമഡി, ഇല്ലെങ്കിൽ റൊമാൻസ്, അങ്ങനത്തെ കുറേ ക്ലീശേ സാധനങ്ങൾ. ഇങ്ങനെ ഒന്നുമില്ലാതെ ഈ മാസ് ഫൈറ്റ് അല്ലാത്ത സമയങ്ങളിൽ കൃത്യമായിട്ട് സ്റ്റോറി ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന കുഞ്ഞു തമാശകൾ, അവൾ ഒരിടത്ത് തന്നെ ഈ ബോഡി ഷെയ്മിങ്ങോ ഡബിൾ മീനിങ് അങ്ങനെ ഒരു സാധനം ഇല്ലാതെ ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ കിടുക്കാച്ചിയായിട്ടൊരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 100 കോടിയിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത 100 കോടി എന്തായാലും മമ്മൂട്ടി കമ്പനിക്ക് തന്നെ, അതിനപ്പുറം പോയാലേ ഉള്ളൂ. കാരണം ഒരു രക്ഷയില്ലടെ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം തന്നെ. അയാൾ ഈ പ്രായം എന്നൊക്കെ പറഞ്ഞ വെറുതെ ആണ്ടേ. ഞാൻ അങ്ങനെക്കുറിച്ച് എന്തത് പറയാൻ. ഒരു അമ്മയെക്കുറിച്ച് നരേറ്റ് ചെയ്യണ ഒരു സാധനമുണ്ട്, ഒരു സെൻറ്റിമെൻറ്റ്സ് സാധനമാണ്. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് മെലോ ഡ്രാമയാക്കിയിട്ടൊന്നും വിട്ടിട്ടില്ല. പക്ഷേ ആ ഫീല് കണക്റ്റ് ആവും. അതുപോലെ ബിന്ദു പണിക്കരും മമ്മൂക്കയും കോംബോ. ബിന്ദു പണിക്കർ വരെ ഇതിൽ മാസം അടിച്ചിട്ടുണ്ട്. അത് കിടിലാണ്. പിന്നെ ഒരു ടൈലൻ്റ് കൂടിയുണ്ട് മോനെ. അതുകൂടി ആവുമ്പോഴേക്കും ഫുള്ള് ഔട്ട് ഓഫ് കൺട്രോളായി പോകും. ഞാൻ ഇനി ഈ പടം കാണും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഞാൻ പറഞ്ഞില്ല, ഈ ട്രീറ്റ്മെൻറ്റ് അല്പം വ്യത്യാസം എനിക്ക് തോന്നി സാധാരണ ഒരു മാസ് ആക്ഷൻ പടത്തിൽ നിന്നും. അതുമാത്രമല്ല നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ട് ഒരുപാട് കാലമായി. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പടത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഉടനീളം എൻഗേജിങ് ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് സ്ലോയിൽ പോയി. അത് ബിൽഡ് ചെയ്ത് വരികയാണ്, സിറ്റുവേഷൻ ബിൽഡ് ചെയ്ത് തന്നെ. അവിടുന്ന് ഒരു ഹൈ കയറുമ്പോഴാണ് നമുക്കും ആ ഒരു ഗൂസ് ബംസ് സംഭവം അടിക്കുന്നത്. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫും കൊള്ളാം, സെക്കൻഡ് ഹാഫ് വേറെ ലെവലടേ. ടെക്നിക്കൽ സൈഡ് ഓൾസോ വൃത്തിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയർ സ്കോർ ഒരു രക്ഷയില്ലാത്ത, അനാവശ്യ പാട്ടുകളോ തേങ്ങയോ ഒന്നും കുത്തിക്കറ്റിട്ടില്ല. എല്ലാം കൃത്യമായിരുന്നു, കറക്റ്റായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രഫി ഫസ്റ്റ് സീൻ മുതൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അത്രയേറെ ഗംഭീരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഒരുപാട് പുതുമയുള്ള കാര്യങ്ങൾ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൃത്യമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. അതുപോലെ മാസ് സീനുകൾ വർക്കൗട്ടാക്കിയിരിക്കുന്നത്, സിനിമയുടെ മേക്കപ്പ് ആയാലും റഷീദ് അഹമ്മദിൻ്റെ മേക്കപ്പ് ആയാലും കോസ്റ്റ്യൂം ഡിസൈൻ ആയാലും അഭിജിത്ത് മെൽവി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് ഓൾസോ എടുത്തു പറയേണ്ടതാണ്. ഇതെല്ലാം കൂടി ചേർന്ന് എല്ലാം ഒരു ടീം, ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീമും ഒരേപോലെ അതിൻ്റെ ആത്മാർത്ഥതയോടെ പണിയെടുക്കുമ്പം നമുക്ക് സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത സമയവും അതിന് വേണ്ടിയിട്ട് കൊടുത്ത പൈസയുടെയും ഡബിൾ ഇമ്പാക്റ്റ് തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് ടർബോ എന്നുള്ള സിനിമ എനിക്ക് തന്നിട്ടുള്ളത്. പിന്നെ സുനിലുണ്ട്. സുനിൽ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അവരെയൊന്ന് ചുമ്മാ കൊണ്ടുവന്നിട്ടിരിക്കുന്നില്ല. അവർക്കൊക്കെ ക്യാരക്ടറിന് കൃത്യമായിട്ടുള്ള ആർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് സിനിമയിൽ. അഞ്ജന ജയപ്രകാശ് ത്രൂ ഔട്ട് സിനിമയിലുണ്ട്. പക്ഷേ ഇടയ്ക്ക് ചില സിറ്റുവേഷനിൽ ഇങ്ങനെയാണോ ഇവർ പെരുമാറുക എന്ന് നമുക്ക് തോന്നിയാലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നിഷാൻ ശാഗർ, കോട്ടയം രമേശ്, അബു സലീം, സന്ധ്യ മനോജ് ബിഗ് ബോസിലുണ്ടായിരുന്നത്, വിനീത് തട്ടിലും, ശ്രുതി സുരേഷ്, അബിൻ ബിനോ, രോമാഞ്ചം അതായത് ഒതളങ്ങ തുരുത്തിലുണ്ടായിരുന്ന ദിലീഷ് പോത്തൻ, ജോണി അന്നി, പ്രശാന്ത് അലക്സാണ്ടർ, ശബരീഷ് വർമ്മ, എല്ലാ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അവർക്കൊക്കെ ഈ സിനിമയിൽ അവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ടർബോയുടെ നാളുകളായിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് അഡ്രിനാലിൻ റഷ് ഉണ്ടായി, ഗൂസ് ബംസ് ഉണ്ടായി. ഒരു മാസ് ആക്ഷൻ പടത്തിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടാനുള്ളത് അതെല്ലാം കിട്ടിയിട്ടുണ്ട്. മമ്മൂക്ക എന്തരാ വരട്ടെ.